നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ തിളച്ചുമറിയുകയാണ്. ഇറാന്റെ മേൽ അമേരിക്കയുടെ സർജിക്കൽ സ്ട്രൈക്കിന് സാധ്യതയേറുന്നു. ആണവ ചർച്ചകളിൽ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതമാക്കാൻ വേണ്ടിയുള്ള പരിമിത ആക്രമണം. അതിൽ ഫലമുണ്ടായില്ലെങ്കിൽ വർഷാവസാനം സമ്പൂർണ്ണ ആക്രമണത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുനിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് നിരീക്ഷകർ പറയുന്നത്. മേഖലയിൽ US സൈനിക വിന്യാസം ശക്തമാക്കിയതിനും കരാർ ഉണ്ടായില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനും പിന്നാലെയാണ് നാളെ ചർച്ചകൾ നടക്കാൻ പോകുന്നത്. അമേരിക്ക ലെബനോനിലെ ബെയ്റൂട്ടിലെ എംബസിയിലെ ഭൂരിഭാഗം ജീവനക്കാരെയും പിൻവലിച്ചു കഴിഞ്ഞു. ഇന്ത്യയും നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായ മൂന്നാം വട്ട ആണവ ചർച്ചകൾ വ്യാഴാഴ്ച നാളെ ജനീവയിൽ നടക്കാനിരിക്കെ ഒരു ചരിത്രപരമായ കരാർ സാധ്യമാണ് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറയുന്നത്. പരസ്പര താൽപ്പര്യങ്ങളും ആശങ്കകളും പരിഹരിക്കുന്ന അഭൂതപൂർവമായ കരാറിനുള്ള ചരിത്രപരമായ അവസരമാണ് മുന്നിലുള്ളത് എന്നും നയതന്ത്രത്തിന് മുൻഗണന നൽകിയാൽ ഇത് യാഥാർത്ഥ്യമാകുമെന്നുമെല്ലാമാണ് അബ്ബാസ് അരാഗ്ചി സാമൂഹിക മാധ്യമമായ എക്സിലൂടെ അറിയിച്ചിട്ടുള്ളത്. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്നും എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നും അബ്ബാസ് അരാഗ്ചി പറയുന്നു. US പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരേഡ് കുഷ്നറും ഇറാനിയൻ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിൽ അമേരിക്ക തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് ഈ മാസം ആദ്യം ഇരു രാജ്യങ്ങളും ചർച്ചകൾ പുനരാരംഭിച്ചത്. തങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ മേഖലയിലെ US താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഏതൊരു ചെറിയ ആക്രമണത്തെയും കടുത്ത പ്രത്യാക്രമണത്തിലൂടെ നേരിടുമെന്നും അത് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി കാണുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞയാഴ്ച ട്രംപ് മുന്നോട്ട് വച്ച 10 മുതൽ 15 ദിവസത്തെ അന്ത്യശാസനം വകവയ്ക്കില്ല എന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. തീരുവ കേസിലെ സുപ്രീം കോടതി തിരിച്ചടി ദുർബലനാക്കിയ ട്രംപിന് വലിയൊരു യുദ്ധവിജയം ജനപ്രീതി വീണ്ടെടുക്കാൻ ആവശ്യമായി തോന്നിക്കൂടെന്നില്ല. ഇറാനകത്ത് ഇപ്പോഴും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നുണ്ടെങ്കിലും ഒരു അമേരിക്കൻ ആക്രമണം ജനങ്ങളെ മതഭരണകൂടത്തോട് വീണ്ടും അടുപ്പിക്കാൻ ഇടയുണ്ട്. ഗൾഫിലെ രാജ്യങ്ങൾ ശരിക്കും പരിഭ്രാന്തിയിലാണ്. അമേരിക്കയുമായി സൈനിക സഖ്യങ്ങളുള്ള ഈ രാജ്യങ്ങളിൽ മിക്കയിടത്തും US-ന്റെ സൈനിക താവളങ്ങളുണ്ട്. യുദ്ധമുണ്ടായാൽ ഇറാൻ മിസൈലുകൾ തങ്ങളുടെ നഗരങ്ങളിൽ തീ പടർത്തുമെന്ന് അവർ ആശങ്കപ്പെടുന്നുമുണ്ട്. ഇന്ത്യക്കും പശ്ചിമേഷ്യൻ സംഘർഷം അവഗണിക്കാനാകുന്ന ഒന്നല്ല. രാജ്യത്തെ സാമ്പത്തികമായും തന്ത്രപരമായും ആഴത്തിൽ സ്വാധീനിക്കാവുന്ന ഒരു പ്രശ്നമാണത്. ഇറാന്റെയും ഒമാന്റെയും ഇടയ്ക്കുള്ള ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് രൂപം കൊള്ളുന്ന ഈ കൊടുങ്കാറ്റ് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെയും പ്രാദേശിക താൽപ്പര്യങ്ങളെയും ഗൾഫ് രാജ്യങ്ങളിൽ വസിക്കുന്ന 85 ലക്ഷം വരുന്ന പ്രവാസികളെയും നേരിട്ട് ബാധിച്ചേക്കാം. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 25% കടന്നുപോകുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. യുദ്ധമുണ്ടായാൽ ഇറാൻ ഈ കടലിടുക്ക് അടയ്ക്കുമെന്ന് ഭീഷണി മുഴക്കി കഴിഞ്ഞു. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി അവസാനിപ്പിക്കുക, പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന പുനരാരംഭിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ അനുവദിക്കുക, ഇറാന്റെ മിസൈൽ സംവിധാനത്തിനും പ്രോക്സി ഗ്രൂപ്പുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുക തുടങ്ങിയ നിബന്ധനകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ പ്രത്യാഘാതം വളരെ മോശമായിരിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇതിനെ ശക്തിപ്പെടുത്താൻ 2003 ഇറാഖ് യുദ്ധത്തിനു ശേഷം അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ സൈനിക സന്നാഹങ്ങൾ ഇറാനു ചുറ്റും വിന്യസിച്ചിരിക്കുകയാണ്. 2 വിമാനവാഹിനി കപ്പലുകൾ USS ലിങ്കൺ എത്തിക്കഴിഞ്ഞു. ഫോർഡ് വന്നുകൊണ്ടിരിക്കുന്നു. സ്ട്രൈക്ക് ഗ്രൂപ്പുകൾ, അത്യാധുനിക പോർ വിമാനങ്ങൾ എന്നിവയെല്ലാം ഉത്തരവിന് കാത്തു നിൽക്കുകയാണ്. പരമാവധി സമ്മർദ്ദം ചെലുത്തി പറ്റുമെങ്കിൽ ഒരു തവണ പോലും നിറയൊഴിക്കാതെ എതിരാളിയെ സമാധാന കരാറിന് നിർബന്ധിതമാക്കുക എന്നതാണ് ട്രംപിന്റെ ഒരു ലക്ഷ്യം. ആദ്യം മിന്നലാക്രമണത്തിലൂടെ ശക്തിപ്രകടനവും ഭയപ്പെടുത്തലും, പിന്നീട് കരാറുകൾ. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ആസ്ഥാനം, മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ, തെരഞ്ഞെടുത്ത ആണവ കേന്ദ്രങ്ങൾ എന്നിവ ആക്രമണത്തിന്റെ ആദ്യ തരംഗത്തിൽ ലക്ഷ്യമാകുമെന്നാണ് വിദഗ്ധർ കരുതുന്നത്. എന്നിട്ടും ഇറാൻ കരാറിന് സന്നദ്ധമായില്ലെങ്കിൽ വർഷാവസാനം വലിയ യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നും അവർ പറയുന്നു. പക്ഷേ ഇറാൻ പേടിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും? തങ്ങളെ ആക്രമിച്ചാൽ വീറോടെ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യുദ്ധം ഇറാനിൽ ഒതുങ്ങി നിൽക്കില്ല എന്നും മേഖല മുഴുവൻ വ്യാപിക്കുമെന്നും പരമോന്നത നേതാവ് അലി ഖമനേയി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിലുണ്ടായ 12 ദിവസത്തെ ഇസ്രയേൽ അമേരിക്കൻ ആക്രമണങ്ങളിൽ തകർന്ന വ്യോമ പ്രതിരോധം പുനർനിർമ്മിക്കുകയാണ് ടെഹ്റാൻ. വർഷങ്ങളായുള്ള ഉപരോധം ഇറാന്റെ വ്യോമസേനയെ ദുർബലമാക്കിയതിനാൽ രാജ്യത്തിന്റെ പ്രധാന പ്രതിരോധം ഇപ്പോഴും ഭൂമിയിൽ നിന്നുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. ഇതിന് പ്രധാന സഹായമാകുന്നത് റഷ്യയാണ്.
ടെഹ്റാനിലും ഇസ്ഫഹാനിലും S-300 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിലയുറപ്പിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു. വേറെയും അത്യാധുനിക ആയുധങ്ങൾ വരുന്നുണ്ട് മോസ്കോയിൽ നിന്നും. സംഘർഷം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഗൾഫ് ഓഫ് ഒമാനിലും ഹോർമൂസിന്റെ സമീപത്തും റഷ്യയും ഇറാനും ചൈനയും സംയുക്ത നാവികാഭ്യാസം നടത്തുന്നുണ്ട്. റഷ്യൻ യുദ്ധക്കപ്പലുകൾ ഇറാനിയൻ മിസൈൽ ബോട്ടുകളും സ്പെഷ്യൽ ഫോഴ്സുകളുമായി ചേർന്ന് പരിശീലനം നടത്തി. റഷ്യൻ വ്യോമ പ്രതിരോധ വിദഗ്ധർ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളിൽ നിലയുറപ്പിച്ചതായി അഭ്യൂഹമുണ്ട്, പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. സന്ദേശം പക്ഷേ വളരെ വ്യക്തമാണ്. നേരത്തെ സിറിയയിൽ റഷ്യൻ അനുകൂലിയായിരുന്ന ബഷർ അൽ അസദിനെ അട്ടിമറിച്ചപ്പോഴെന്ന പോലെ തന്നെ വെറുതെ നോക്കി നിൽക്കാൻ മോസ്കോ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ എങ്ങും തൊടാത്ത നിലപാട് സ്വീകരിക്കുക ഇനി ചൈനയ്ക്കും ബുദ്ധിമുട്ടാകും. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% വാങ്ങുന്നത് ചൈനയാണ്. ലോകത്തിലേക്കും വലിയ ഉൽപാദക രാഷ്ട്രത്തിന് വലിയ തോതിൽ ഇന്ധനം കൂടിയേ തീരൂ. ചൈനയുടെ പൊതുവായ രീതികൾ അനുസരിച്ച് കഴിവതും അവർ നേരിട്ടിറങ്ങില്ല. എങ്കിലും സാമ്പത്തികമായ മേൽക്കൈ ഉപയോഗിച്ചോ ബദൽ വിതരണ ശൃംഖലകൾ വേഗത്തിലാക്കിയോ അവർ വാഷിംഗ്ടണിൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചേക്കാം. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ കടുത്ത ആശങ്കയിലാണ്. തങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ മേഖലയിലെ എല്ലാ US സൈനിക താവളങ്ങളും നിയമാനുസൃതമായ ലക്ഷ്യം ആയിരിക്കും എന്ന ഇറാന്റെ മുന്നറിയിപ്പാണ് പ്രധാന കാരണം. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക താവളങ്ങൾ ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതിന് പ്രധാന കാരണവും ഇതാണ്. US താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന അറബ് രാജ്യങ്ങൾ യുദ്ധത്തിലെ അനുബന്ധ നാശം തങ്ങൾക്കാകുമെന്ന് ഭയക്കുന്നു. സൗദി അറേബ്യയും UAEയും ഖത്തറുമൊക്കെ യുദ്ധം ഒഴിവാക്കാൻ രഹസ്യമായി ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ട്. 2019 സൗദി അറേബ്യയിലെ അബ്ഖൈബ് എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം അവർ മറന്നിട്ടില്ല. യമനിലെ ഹൂത്തികൾ ഡ്രോൺ മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഇറാനാണത് ചെയ്തതെന്ന് അമേരിക്ക ആരോപിച്ചു. ആക്രമണത്തെ തുടർന്ന് സൗദിയുടെ എണ്ണ ഉൽപാദനം പകുതിയായി കുറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം ഇറാനിയൻ മിസൈലുകൾ ഖത്തറിലെ US സൈനിക താവളത്തെ ആക്രമിച്ചിരുന്നു. പരിമിത ഇറാനിയൻ പ്രതികരണം പോലും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രത്തിന്റെ ഉൽപാദനം താറുമാറാക്കാം. അത് GCC രാജ്യങ്ങൾക്ക് മാരകമായ പ്രഹരമാകും. പ്രതിദിനം 17 മുതൽ 20 ദശലക്ഷം ബാരൽ എണ്ണ കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. സൗദി അറേബ്യയും UAEയും ബദൽ പൈപ്പ് ലൈനുകൾക്കായി ശതകോടികൾ ചെലവഴിച്ചെങ്കിലും അവയുടെ ശേഷി വളരെ കുറവാണ്. ഇനി US ആക്രമണങ്ങളിൽ ഇറാനിലെ ഇസ്ലാമിക റിപ്പബ്ലിക് തകർന്നാൽ ഉണ്ടാകുന്ന അധികാര ശൂന്യത ഭീകരവാദത്തിനും രക്തരൂഷിതമായ ചേരിപ്പോരിനും അരാജകത്വത്തിനും അഭയാർത്ഥി പ്രവാഹങ്ങൾക്കും കാരണമാകാം. ഇതെല്ലാം GCC അതിർത്തികൾ ഭേദിക്കുമെന്ന് അവർ ഭയക്കുന്നു. ഭരണമാറ്റമുണ്ടായാൽ ഇറാൻ ഗൾഫിലെ സൊമാലിയ ആയി മാറുമെന്ന ഭയം റിയാദിലും അബുദാബിയിലുമുണ്ട്. ഇന്ത്യക്ക് ആവശ്യമുള്ള അസംസ്കൃത എണ്ണയുടെ 80 മുതൽ 85% വരെ ഇറക്കുമതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഇതിന്റെ 30 മുതൽ 50% വരെ ഹോർമുസ് കടലിടുക്ക് കടന്നു വേണം വരാൻ. രാജ്യം ഇറക്കുമതി ചെയ്യുന്ന ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ പകുതിയോളം വരുന്നതും ഈ വഴിക്കാണ്. അതായത് യുദ്ധത്തിന്റെ ഭാഗമായി ഇറാൻ ഈ മാർഗം തടസ്സപ്പെടുത്തിയാൽ ഇന്ത്യക്ക് വലിയ തലവേദനയാകും. ഒരു ചെറിയ തീപ്പൊരി പോലും പെട്രോൾ വില കുത്തനെ ഉയർത്തും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക സ്ഥിരത, തന്ത്രപരമായ സ്വാതന്ത്ര്യം ഇവയെല്ലാം നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒന്നാണ്. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വരുന്ന ഓരോ ഡോളറിന്റെ വർധനവും ഇന്ത്യയുടെ വാർഷിക ഇറക്കുമതി ബില്ലിൽ $2 ബില്യൺ കൂട്ടുമെന്ന് സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കുന്നു. സംഘർഷം എണ്ണവില ബാരലിന് $130 ഉയർത്തിയാൽ ഇന്ത്യയുടെ ധനക്കമ്മി വർദ്ധിക്കും, രൂപയുടെ മൂല്യം ഇടിയുകയും ചെയ്യും. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ യുദ്ധഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട്. യുദ്ധമുണ്ടായാൽ 1990 കുവൈറ്റ് ഒഴിപ്പിക്കലിനേക്കാൾ വലിയ രീതിയിൽ ഇന്ത്യൻ പൗരന്മാരെ സമുദ്രമാർഗം ഒഴിപ്പിക്കേണ്ടി വരികയും ചെയ്യും. ഇതെല്ലാം മനസ്സിൽ കണ്ട് സംഘർഷത്തിൽ നേരിട്ട് ഉൾപ്പെടാതെ തന്നെ പ്രതിസന്ധി മറികടക്കാൻ ഒരു ബഹുതല പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയം രൂപം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേന വെറും പട്രോളിംഗിൽ നിന്ന് പോയിന്റ് ടു പോയിന്റ് അകമ്പടി സംവിധാനത്തിലേക്ക് മാറി. രാജ്യത്തിന് 74 ദിവസത്തേക്ക് വേണ്ടുന്ന ഇന്ധനം കരുതൽ ശേഖരമായുണ്ട്. ഗുഡ്ഗാവിൽ സ്ഥിതി ചെയ്യുന്ന ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ബഹ്റൈനിലെ US 5ാം കപ്പൽ വ്യൂഹവുമായും ഇറാനിയൻ നാവികസേനയുമായും തത്സമയം ഏകോപനം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യൻ കപ്പലുകളെ ഇറാന്റെ ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകളോ മൈനുകളോ ലക്ഷ്യമിടില്ലെന്ന് ഉറപ്പിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും എത്താൻ ഉദ്ദേശിച്ചാണ് ഇറാനിലെ ചബഹാർ തുറമുഖത്തിൽ ഇന്ത്യ നിക്ഷേപം നടത്തിയത്. യുദ്ധ സാഹചര്യത്തിലും ചബഹാർ ഒരു സുരക്ഷിത കേന്ദ്രമായി തുടരാം. പക്ഷേ ഇറാനിലെ നാവിക താവളങ്ങളുമായുള്ള സാമീപ്യം കാരണം US വിമാനവാഹിനി കപ്പലുകളുടെ ആക്രമണത്തിന് യാദൃച്ഛികമായി വിധേയമാവാൻ സാധ്യതയുമുണ്ട്.
ഈ സംഘർഷത്തിൽപ്പെട്ട എല്ലാ രാജ്യങ്ങളുമായും GCC അംഗങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവാതിരിക്കാൻ എന്തു ചെയ്യാനാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. വ്യാഴാഴ്ച ജനീവയിൽ വീണ്ടും സമാധാന ചർച്ചക്കാർ ഒത്തുചേരുന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. മലയാളി വാർത്ത.